റംബൂട്ടാൻ്റെ 8-10 കവർ സൈസിൽ വരുന്ന തൈകളാണ്. ഇത് യെല്ലോയിൽ വരുന്ന വലിയ ടൈപ്പ് യെല്ലോ ആണ്, ജയൻ ടൈപ്പ് യെല്ലോ ആണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആണ്. ഏകദേശം N18 ഒക്കെ സൈസ് വരും. സീസറിന്റെ അത്ര വലുത്. E35 വളരെ ചെറുതാണ്. E35ന്റെ കുരു വലുതാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് റിലേറ്റീവ്ലി ഓൾമോസ്റ്റ് സിമിലർ ടു N18ന്റെ സൈസ് വരുന്നുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിന് 299 ആണ്. സീസർ വരുന്നത് ഇത് 250 ആണ് ഈ വെറൈറ്റിക്ക് വരുന്നത്. കൂടാതെ അത് N18ന് 190 റുപ്പീസാണ് ഈ 8-10 കവറിൽ വരുന്ന തൈകൾക്ക് വരുന്നത്. ഇതിൻ്റെ വലിയ തൈകളും അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ ഒരു മീഡിയം സൈസ് തൈകൾ 550, 600, 650 റേഞ്ചിൽ വ്യത്യസ്തമായിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. ഓക്കെ, തൈകൾ ട്രോപ്പിക്കൽ മലബാറിക്കസ് ഹൈ പെർഫോമൻസ് നഴ്സറി, ഫറൂഖ്, മണ്ണൂരാണ് വരുന്നത്. 9633516161. വാട്സപ്പിൽ മെസ്സേജ് അയച്ച ഡീറ്റെയിൽസ് പറഞ്ഞു. ഇതാണ് നമ്മുടെ എക്സ്ക്ലൂസീവ് ഐക്കോണിക് പ്രൊഡക്റ്റ് വിക്ടോറിയ. ട്രോപ്പിക്കൽ മലബാറിക്കസ് നഴ്സറിയുടെ വിക്ടോറിയ പ്ലാന്റ് ആണ്. ഇവിടെ മാത്രമേ ഇപ്പോൾ ഇത് അവൈലബിൾ ഉള്ളൂ. ഇത് നമ്മളൊരു പ്ലാന്റേഷന് വേണ്ടി ഒരു ഫാമേഴ്സിന് 250 പ്ലാന്റ്സ് മാറ്റി വലുതാക്കാൻ വെച്ചേക്കുന്നതാണ്. ഈ ഒരു മഴയുടെ അവസാനം കൂടെ വെച്ചേക്കും. കുറച്ച് പ്ലാന്റ്സ് എക്സ്ട്രാ ഈ വലിയ സൈസിൽ വരുന്നുണ്ട്. വലിയ സൈസ് എന്ന് പറയുന്നത് കവർ മാറ്റി ഏകദേശം ഒരു 2 to 3 ഫീറ്റ് ആയ പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ഉണ്ട്. ചെറിയ പ്ലാന്റ്സ് 1300 മുതൽ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ പലരും വിക്ടോറിയ എന്നൊക്കെ പേരിൽ പലരും തൈകളൊക്കെ ഇറക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അല്ലാതെ വേറൊരു നഴ്സറിക്കാർക്കും ഇതുവരെ വിക്ടോറിയ നമ്മൾ അവൈലബിൾ ആക്കി തുടങ്ങിയിട്ടില്ല. അപ്പോൾ വിക്ടോറിയ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി അവൈലബിൾ ഇൻ ട്രോപ്പിക്കൽ മലബാറിക്കസ് നഴ്സറി, ഫറൂഖ്, മണ്ണൂരാണ്. മിയാസാക്കി, ജപ്പാൻ്റെ മിയാസാക്കി അഥവാ ഇർവിൻ എന്ന പേരിലുള്ള മാങ്ങയാണ്. 350 രൂപയാണ് ഈ തൈൻ്റെ വില. വെസ്റ്റ് ബംഗാൾ പ്രൊഡക്ഷനാണ്. ഇവിടെ വന്ന് കേട് തീർത്ത പ്ലാന്റ്സ് ആണ്. ഓക്കെ, അടുത്ത ഷൂട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിയാസാക്കി മാംഗോയുടെ റിവ്യൂ നമ്മൾ ട്രോപ്പിക്കൽ ഇൻഫോ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫിരങ്കിലടുവ പലപ്പോഴും കേരളത്തിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു മാമ്പഴത്തിൻ്റെ പേരാണ് ഫിരങ്കിലടുവ. ഓക്കെ, അപ്പോൾ എന്താണ് ഫിരങ്കിലടുവ എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 350 റുപ്പീസാണ് ഈ തൈൻ്റെ വില. ഓക്കെ, ഗ്രാഫ്റ്റഡ് ആണ്. വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഫിരങ്കിലടുവ. ടേസ്റ്റ് ഈസ് വിച്ച് ഈസ് സിമിലർ ടു ഇമാം പസന്ത്, ആലംപൂർ, ബാനിഷാൻ. ഓൾമോസ്റ്റ് 99% സിമിലർ ആണ്, ഒന്നാണെന്നും അഭിപ്രായമുണ്ട്. ഓക്കെ, അപ്പോൾ ഫിരങ്കിലടുവ, ഇമാം പസന്ത് ഓർ ആലംപൂർ, ബാനിഷാൻ വെക്കാത്തവർക്ക്, മാമ്പഴ പ്രേമികൾക്ക് നഷ്ടം എന്നേ പറയാനുള്ളൂ. അത്രയും ഹൈ ക്വാളിറ്റി മാമ്പഴമാണ്. സുപ്രീംലി ഡെലീഷ്യസ് ആണ്. നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. തൈകൾ ട്രോപ്പിക്കൽ മലബാറിക്കസിൽ ഒത്തിരി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. വേൾഡ് നമ്പർ 1 മാങ്ങ എന്നൊക്കെ പലരും കൊട്ടിയാഘോഷ വെറൈറ്റിയാണ് നാംഡോക്മായി. നാംഡോക്മായുടെ തൈകൾ അവൈലബിൾ ആണ്. വെസ്റ്റ് ബംഗാൾ പ്ലാന്റ് ആണ്. കേടുകളൊക്കെ തീർത്ത വെറൈറ്റിയാണ്. 299 രൂപക്കാണ് കേട്ടോ നമ്മളിത് ഇവിടെ കൊടുക്കുന്നത്. 299. ഓക്കെ, ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് എടുക്കാം. കൊറിയർ സംവിധാനമുണ്ട്, DTDC ഉണ്ട്. കൊറിയർ ചാർജ് പോവില്ലല്ലോ. ഇത് പെറ്റ് വാനിലൊക്കെ പോകും. കൊറിയർ ചാർജ് അധികമായിരിക്കും. ഇവിടെ വന്ന് എടുക്കുന്നവർക്കാണ് സൗകര്യം. 299. ഓക്കെ, നാംഡോക്മായി വേൾഡ് നമ്പർ 1 മാങ്ങ എന്ന് പറഞ്ഞ നാംഡോക്മായി 299. സിട്രസ് വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് തായ് ലൈം, മാർക്കറ്റ് ലൈം, തായ്ലാൻഡ് ലൈം എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റിയാണ്. ഒരു മീഡിയം സൈസ് തൈ 250 റുപ്പീസിൻ്റെ തൈയാണ്. അത്യാവശ്യം കായകളൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് മഴയത്ത് സ്വാഭാവികമായിട്ട് നാരകം വെറൈറ്റികളൊക്കെ ഒരു ഡോർമൻറ്റ് സ്റ്റേജിലേക്കാണ് പോവുക. ഫ്ലവറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മഴ കൂടുതലുള്ള സമയത്ത് കായ്ക്കാനുള്ള ചാൻസും കുറവാണ്. മഴ കുറഞ്ഞ് ഒന്ന് സ്ട്രെസ്സൊക്കെ കിട്ടുമ്പോഴാണ് കായ്ച്ചു കൊടുക്കുന്നത്. ഈ കാണുന്ന സൈസ് വരുന്ന തൈകളൊക്കെ 250 റുപ്പീസാണ്. പിന്നെ വരുന്നത് ഇതിൽ വിയറ്റ്നാം മാൾട്ട, ഈ മീഡിയം സൈസ്. ഇത് അത്യാവശ്യം പുഷായിട്ടുള്ള തൈകളാണ് കേട്ടോ. ഇത് 300 റുപ്പീസാണ് വരുന്നത്. സെയിം സൈസിൽ വരുന്ന ആഫ്രിക്കൻ യെല്ലോ മാൾട്ട 350 റുപ്പീസാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന പ്ലാന്റ്സ് ആണ്. ഇവിടെ വന്ന് കേട് തീർത്ത് നമ്മൾ മണ്ണ് മാറ്റിയ തൈകളാണ് കേട്ടോ. ഇതൊക്കെ ലെയർ പ്ലാന്റ് ആണ്. ഇത് ലെയർ പ്ലാന്റ് ആണ്. ലൈം ലെയർ പ്ലാന്റ് ആണ്. മുസംബിയൊക്കെ ഗ്രാഫ്റ്റ് ആണ്, ചിബ്ബഡ് ആണ് വരുന്നത്. നമ്മുടെ മാലായിക്ക എന്ന് പറയുന്ന മല്ലികയോട് ടേസ്റ്റ് സാദൃശ്യമുള്ള വെറൈറ്റിയാണ്. ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. 450 റുപ്പീസാണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്നത്. അത്യാവശ്യം ഗ്രാഫ്റ്റൊക്കെ സെറ്റായി, ബഡൊക്കെ സെറ്റായ വെറൈറ്റിയാണ്. ഈ കാണുന്നത് നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി ഷുഗർ ക്രീമാണ് വരുന്നത്. ഓക്കെ, ഷുഗർ ക്രീമിൻ്റെ തൈകൾ 1300 രൂപയാണ് തൈകൾക്ക് വില വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് കുറേ വെറൈറ്റികളുണ്ട്. ഗുജറാത്തിൽ നിന്ന് വന്ന ലെമൺ ജസ്റ്റ്, സെൻസേഷൻ, ഹരുണിക, അംപിക, കോക്കനട്ട് ക്രീം, US വെറൈറ്റികളായിട്ടുള്ളതുണ്ട്. ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ വെറൈറ്റികളുണ്ട്. കേസറുണ്ട്, ഗീർ കേസർ ഒറിജിനൽ ഗീർന്ന് സൈൻ കൊണ്ടൊന്ന് ചെയ്തതുണ്ട്. കൂടാതെ നമ്മുടെ സിന്ദൂരം, കാലാപ്പാടി, മറ്റ് വെറൈറ്റികൾ, അത്തരം വെറൈറ്റികളുണ്ട്. അപ്പോൾ മാവിൻ്റെ ഒരുവിധം അത്യാവശ്യം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. കൊറിയർ ഉണ്ട്, ഹൈവേ ഡെലിവറി ചെയ്യുന്നുണ്ട്, DTDC ഉണ്ട്. ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ DTDCയും കൊറിയർ സർവീസ് വഴി അങ്ങനെ ചെയ്യുന്നുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള കുറേ വെറൈറ്റികളുണ്ട്. ദൂത് പേടോ, ഗുലാബ് കാസ്, ഇത് US കോക്കനട്ട് ക്രീമാണ്.
ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ലീഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇത് ഗുജറാത്ത് അനിൽ ഫാം നഴ്സറി സാധനം കൊണ്ടുവന്നിട്ട് അവരെ പ്രോഡക്റ്റാണിത്, നമ്മളിവിടെ കൊടുക്കുന്നു എന്നുള്ളൂ. ഫ്രൂട്ട് പഞ്ചാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടേസ്റ്റിംഗ് മാംഗോ ഫ്രൂട്ട് പഞ്ച് ലെമൺ ജസ്റ്റ്. ഇത്തരം എല്ലാ റയർ വെറൈറ്റി കളക്ഷൻ, ഇതൊക്കെ മാംഗോ കളക്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാത്രം വെറൈറ്റിയാണ്. ഈ വെറൈറ്റിയൊക്കെ ഇപ്പോൾ പോകുന്നത് 3500 രൂപയാണ്. ഇപ്പോൾ സാധാരണക്കാർക്കുള്ള വെറൈറ്റി അല്ല, കളക്ഷൻ ചെയ്യുന്നവർക്ക് മാത്രമുള്ള വെറൈറ്റിയാണ്. നമുക്കിവിടെ H151 കാലാപ്പാടി മുതലായ H151 ഒക്കെ 350 രൂപയാണ് വില വരുന്നത്. മാങ്ങ ടേസ്റ്റ് റിവ്യൂ നമ്മൾ ചെയ്തതാണ്. മലൈക്ക 450, പിന്നെ നമുക്ക് സെലീനാസ് ഗോൾഡ് ഉണ്ട്. സെലീനാസ് ഗോൾഡ് 550 ആണ് വരുന്നത്. യെല്ലോ ഏഞ്ചൽ, സെലീനാസ് ഗോൾഡ്, യെല്ലോ ഏഞ്ചൽ 450. നല്ല ടേസ്റ്റിംഗ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി മാങ്ങകളാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വെറൈറ്റി പുതിയതായിട്ട് വന്ന വെറൈറ്റികൾ എല്ലാവരും അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന വെറൈറ്റിയാണ്. ഹോങ്സു, കരാബാവ്, പിന്നെ സീഷി. ഓക്കെ, അതിൻ്റെയൊക്കെ ചെറിയ തൈകൾ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് കേട് തീർത്ത തൈകളാണ്. കരാബാവ് വരുന്നത് 599 ആണ്, സീഷി 599, ഹോങ്സു ഇപ്പോൾ 599 ആണ് ചെറുത്. വലിയ തൈകളുണ്ട്. ഇതാ കലാപ്പാവൊക്കെ ഏകദേശം ഈ വലുപ്പമായിട്ടുണ്ട്. സോറി, സീഷിയാണ്, ഹോങ്സു ആണത്. ഇത് വന്ന് കരാബാവ്, പിന്നെ അത് വന്നിട്ട് സീഷിയാണ്. ഓക്കെ, 599 ആണ് തൈ വരുന്നത്. അപ്പോൾ ഈ നമുക്ക് ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന പ്ലാന്റ്സിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇത് കണ്ടോ, ഇത് മാംഗോ മാൽഫോർമേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഞങ്ങളിപ്പം ഇതെടുത്തിട്ട് ഇത് റിജക്റ്റ് ചെയ്യും, ഇത് പ്ലാന്റ്സ് ഡിസ്കാർഡ് ചെയ്ത് കളയും. ഇത് ഡിസീസ് വന്ന പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് വരുന്ന പ്ലാന്റ്സിൽ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് മാക്സിമം ഇത്തരം കാര്യങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കഴിവതും നമ്മളതിന് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഷുഗർ ക്രീം വലിയ കവറിലാക്കി വെച്ചതാണ്, നെക്സ്റ്റ് ഇയർസ് സെയിൽസിന് വേണ്ടി വെച്ചതാണ്. പിന്നെ അതിനിടയിൽ ഇത് ഞങ്ങൾ US വന്ന് ചെയ്തെടുത്ത വെറൈറ്റിയാണ്. ഗ്ലെന്നാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇത് ബഡ് ചെയ്താണ്, നമ്മളിവിടെ ചെയ്താണ്. 2 ഗ്ലെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഗ്ലെന്നിൻ്റെ ലീഫ് ഇതാണ് കേട്ടോ. ഗ്ലെന്നിൻ്റെ മദർ പ്ലാന്റ് അതാ അവിടെ കിടക്കുന്നു. ഓക്കെ, അതാണ് മദർ പ്ലാന്റ് കിടക്കുന്നത്. അപ്പോൾ പലരും നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഷുഗർ ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പലർക്കും മുന്നേ വാങ്ങിച്ചവരൊക്കെ കവർ മാറ്റി വെച്ചതൊക്കെ ഈ സൈസ് ആയിട്ടുണ്ടാവും. ഈ വർഷം 8-10 സൈസ് കവറിൽ വരുന്ന പ്ലാന്റിൻ്റെ വില 1300 രൂപയാണ്. സ്വാഭാവികമായിട്ടും വരുന്ന വർഷങ്ങളിൽ നമുക്ക് റേറ്റ് കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന തൈകളുടെ കാര്യം ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. അവിടെ നിന്ന് വരുന്ന തൈകളിൽ കുറേ ഇതുപോലെ ഡാമേജ് വരും, പോവും, തൈകൾ വാങ്ങിച്ചുകൊണ്ടായി പോകും. അപ്പോൾ ഇത് വന്ന് അതിൻ്റെ കേടുകളൊക്കെ തീർത്തിട്ടാണ് നമ്മൾ തൈകൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കിങ് ഓഫ് ചക്കാപ്പത്ത് R2E2 ഇത്തരം വെറൈറ്റികളൊക്കെ 350 റുപ്പീസാണ്. കാറ്റിമോൺ 250 ആണ്. നാംടോക്മൈ വലിയ ഷുഗർ ക്രീമിൻ്റെ തൈകളെല്ലാം കൊടുക്കാനുള്ളതാണ്. നമ്മൾ വലുതാക്കാൻ വെച്ചതാണ്, അത്യാവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കാം. ഇതൊക്കെ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും അത്യാവശ്യം ഈ ഒരു സൈസിലേക്ക് വരും. ഓക്കെ, വന്ന് പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും കൂടും. വലിയ പ്ലാന്റുകൾക്ക് എപ്പോഴും ഒരു മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ കുറച്ച് വലിയ പ്ലാന്റുകൾ നമ്മൾ വലുതാക്കാൻ വെച്ചതാണ്. അത്യാവശ്യം ഇത് നേരെ മണ്ണിലേക്കൊക്കെ വെച്ചവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പാറ്റേണിലാണ് വളർന്നു വരുന്നത്. ഇതിൻ്റെ ചൊന തന്നെ നമുക്ക് ആ മാംഗോയുടെ ചെറിയൊരു സ്മെല്ല് കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ബനാന വെറൈറ്റി മഹാചാനു ഒക്കെ ഫസ്റ്റ് വന്ന ബാച്ചിലുള്ള പ്ലാന്റ്സാണ്, കേട് തീർത്താണ്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ 299 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഹൈവേ ഡെലിവറിയിൽ ഓക്കെയാണ്. കൊറിയർ ഇത്രയും വലിയ പ്ലാന്റ്സ് അയക്കാൻ ബുദ്ധിമുട്ടാണ്. DTDC കൊറിയർ അവർക്ക് ചാർജും സൈസും വോളിയൊക്കെ ആവുന്നതുകൊണ്ട് ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ ഡയറക്റ്റ് വന്ന് വാങ്ങിക്കുന്നവർക്ക് അത്തരം പ്ലാന്റ്സ് സെലക്ട് ചെയ്തെടുക്കാം. ഇത് സെക്കൻഡ് ബാച്ച് വന്ന പ്ലാന്റ്സാണ്. സൂപ്പർ ക്യൂൺ 350 രൂപയുടെ പ്ലാന്റ്സാണ് കേട്ടോ. വന്ന് കേടൊക്കെ തീർത്ത് ഇനിയിപ്പോൾ ഇത് വളർന്നു വരണം. പിന്നെ അത് ലോങ്ങിൻ്റെ സീഡ്ലിംഗ് നമ്മൾ ചെയ്തതാണ്. ലോങ്ങിൻ സീഡ്ലിംഗ്, ലോങ്ങിൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ സീഡ്ലിംഗ് വന്ന് കുറേ ചെറുതും വലുതുമായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ടാവും, കേട് വരാനുള്ള ഉണ്ടാവും. പിന്നെ ബനാന ചിക്കു 299, 399 2 സൈസിൽ വരുന്നുണ്ട്. ഫ്രൂട്ടഡ് ആയിട്ടുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഗ്രേറ്റ് വിക്ടോറിയ, അവിടെ M75 വലുതാക്കാൻ വെച്ചിട്ടുണ്ട്. M75ൻ്റെ ഈ 16-18 കവറിൽ ഇപ്പോൾ കുറച്ച് തൈകളുണ്ട്. അത്യാവശ്യം ഈ സൈസായ അത്യാവശ്യം സൈസ് വന്ന തൈകൾ ഇതിലുണ്ടാവും കേട്ടോ. വേണ്ടോ, വേണ്ടവർക്ക് വന്ന് തിരഞ്ഞ് കൊണ്ടുപോകാം. വണ്ടി സൗകര്യമുള്ളവർക്ക് സുഖമാണ്, അല്ലെങ്കിൽ ഹൈവേ ഡെലിവറി വണ്ടിയിൽ കൊടുത്തു വിടാം. ഇതിപ്പോൾ കൊടുക്കുന്നത്
ഈ കവർ സൈസിൽ 1000 റുപ്പീസാണ്. അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ്. കൊണ്ട് മണ്ണിലേക്ക് വെച്ച് നല്ല ക്വാളിറ്റി ഫ്രൂട്ടാണ് M75 വിക്ടോറിയ. ഇത് പ്ലാന്റേഷനുള്ള ഓർഡറാണ്. ഓക്കെ, ഇതിൻ്റെ ചെറിയ തൈകൾ 1300 രൂപയാണ്. വരും വർഷങ്ങളിൽ നമുക്ക് റേറ്റ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ തീർച്ചയായിട്ടും റേറ്റ് നമുക്ക് കുറയ്ക്കാം. വലിയ തൈക്ക് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. ഓക്കെ, ട്രോപ്പിക്കൽ മലബാറിക്കസ് ഹൈ പെർഫോമൻസ് നഴ്സറി ഫറൂഖ് മണ്ണൂർ കാലിക്കറ്റാണ്. ഹൈവേ ഡെലിവറി ഉണ്ട്, DTDC സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്ലാൻസ് വലുതാൻ വെച്ചിട്ടുള്ളതാണ്. ഇത് പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ കയ്യിലുള്ള വന്ന വളർച്ച കുറവുള്ളതും കയ്യിലുള്ള പ്ലാന്റ്സ് നമ്മൾ തന്നെ വളർത്തിയെടുക്കാൻ വെച്ചതാണ്. നല്ല നല്ല പ്ലാന്റ്സൊക്കെ ആളുകൾക്ക് കൊടുത്ത് അയച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കാലപ്പാടിയാണ്. ഫ്ലവറിങ് വരുന്നുണ്ടോ, കാലപ്പാടി ഫ്ലവർ വന്നിട്ടാണ്. പ്ലാന്റിന് ഗ്രോത്ത് വളരെ കുറവാണ്. കാരണം ഒന്നാമത് ഡോർഫിങ് ഗ്രോത്ത് പാറ്റേൺ ഉള്ള വെറൈറ്റിയാണ് കാലപ്പാടി. അതിൻ്റെ കൂടെ ഇത് ത്രൂ ഔട്ട് ഇയർ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് വരെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ ക്യാരക്ടർ നമ്മുടെ ഷുഗർ ക്രീമും കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ പേര വെറൈറ്റികളാണ്. പേര വെറൈറ്റി നമ്മുടെ ജാർവി റെഡ്, വൈറ്റ് ഡയമണ്ട്, ഗോൾഡൻ ആയിട്ട്. ഇതെല്ലാം വൈറ്റ് ഡയമണ്ട് വലിയ വൈറ്റ് ഡയമണ്ടിൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒക്കെ ലെയർ പ്ലാന്റ്സ് ആണ്. ഇതൊരു 10 പ്ലാന്റ് അല്ലേ? അടിയിൽ നിന്ന് മുളച്ചു വരുന്ന പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. 10 ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ജാർവി റെഡ് ആണ്. ജാർവി റെഡ് 1 അത്യാവശ്യം ഫ്രൂട്ട് ക്വാളിറ്റി ഫ്രൂട്ട് 16 കവറാണ് കേട്ടോ. ഇത് 16-18 കവർ സൈസിലേക്ക് വെച്ചതാണ്. ഇതും കവർ സൈസ് മാറ്റാനുള്ളതാണ്. ഓക്കെ, വൺസ് ഒന്ന് പ്ലാന്റ്സ് സെറ്റായി കഴിഞ്ഞാൽ കവർ സൈസ് മാറ്റണം. പിന്നെ ഇത് ഇവിടുത്തെ പ്ലാന്റ്സിൻ്റെ ഡാമേജുകളൊക്കെ തീർന്ന ശേഷമുള്ള ബാക്കി ലെഫ്റ്റ് ഓവേഴ്സാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒത്തിരി പ്ലാന്റ്സുകൾ പേരയിലാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത്. ഇതിപ്പോൾ ഒരു വെറൈറ്റി നമ്മൾ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 78% പോയി. ഇതൊരു പുതിയൊരു വൈറ്റ് വെരിഗേറ്റഡ് ആണ്. സെയിം സ്റ്റോറി. ഏറ്റവും കൂടുതൽ പ്ലാന്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പേര സ്വാഭാവികം അങ്ങനെ തന്നെയാണ് അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നത്. ഗോൾഡൻ നൈറ്റ് ആണ്. ഗോൾഡൻ നൈറ്റിൻ്റെ അടുത്തൊരു വലിയ തൈകളാണ്, മീഡിയം സൈസ് പറയുന്ന തൈകളാണ്. മീഡിയം സൈസെന്നോ ലാർജ് അല്ല, ഒരു മീഡിയം സൈസ് തൈകളാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതാണ് തായ്ക്കിങ് ജാമുൻ. അത്യാവശ്യം ഇവിടെ പെർഫോം ചെയ്യുന്ന വെറൈറ്റി ആയിട്ടാണ് പറയപ്പെടുന്നത്. നമ്മുടെ അടുത്ത് കായ്ച്ചിട്ടില്ല, ചെറിയ തൈകൾ വന്നിട്ടേ ഉള്ളൂ. എല്ലാ നഴ്സറികളും ഉള്ള വെറൈറ്റിയാണ്. ഓക്കെ, ഇത് ഷെയ്ഡ് നെറ്റ് കൊടുത്തതാണ്. ഷെയ്ഡ് നെറ്റ് മഴയായിട്ട് മൊത്തം താന്നിരിക്കുകയാണ്. ഓക്കെ, പേരയുടെ കാര്യം നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും. കണ്ടോ, പേര ഇത്രയധികം ഡാമേജ് പേരയിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നഷ്ടപ്പെട്ടാണ്. പേരകൾ ഒരുപാട് അതിൻ്റെ ബാക്കിയാണ്. ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന പ്ലാന്റ്സുകൾ നേരിട്ട് അങ്ങനെ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് റെഡ് ലാവയാണല്ലോ അല്ലേ? അത് റെഡ് ലാവയും ഇത് സിസാക്കട്ട് 3യും. പേരകൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം തന്നെ അതാണ്. നേരിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കേട് തീർത്ത തൈകൾ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക. ഇത്രയും പ്ലാന്റ്സ് നഷ്ടപ്പെട്ടു. പിന്നെ ഒരു പുതിയ വെറൈറ്റി അവക്കാടെ വിൽപ്പനക്കുള്ളതല്ല, 3-ാം വർഷം സീഡ് കായ്ച്ചൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റിംഗ് ക്വാളിറ്റി ഉള്ളൊരു വെറൈറ്റിയാണ്. ഓക്കെ, നമ്മളത് കൊടുക്കാൻ വെച്ചതല്ല. പിന്നെ ഇത് നമ്മുടെ ഗ്രാഫ്റ്റ് ബെഡാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഇതിൽ പല വെറൈറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷുഗർ ക്രീം ഉണ്ട്, കാലാപ്പാടി, ഗുദാദാത്ത്, ആലംപൂർ, ബനിഷാൻ, H151, H87, ഒരുപാട് വെറൈറ്റികൾ ഇതിൽ ചെയ്തിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പിന്നെ ഈ മഴയുടെ ഒരു സീസൺ ആയതുകൊണ്ട് പ്ലാന്റുകൾക്ക് കേട് കുറച്ച് കൂടുതലുണ്ട്. കുറച്ച് ഒരുപാട് പ്ലാന്റ്സ് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സക്സസ് റേറ്റ് കുറച്ച് കുറവുണ്ട്. അത് പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയാനേ ഉള്ളൂ. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ചില കസ്റ്റമേഴ്സ് പ്ലാന്റ്സ് ബുക്ക് ചെയ്തിട്ടാണ്. ഗൾഫിലൊക്കെയുള്ള കസ്റ്റമേഴ്സ് അവർക്ക് മാറ്റി വെച്ചിരിക്കുക. വരുമ്പോൾ കൊണ്ടുപോയത് പീലിക്കോട് 1, മൊണാലിസ, ഷുഗർ ക്രീം, യെല്ലോ ഏഞ്ചൽ അങ്ങനത്തെ വെറൈറ്റികൾ മാറ്റി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ കണ്ടോ, ഇത് നമ്മുടെ യെല്ലോ ഏഞ്ചലാണ്. ഓക്കെ, വരുന്നത്. പിന്നെ ഇത് നമ്മുടെ US നിന്ന് കൊണ്ടുവന്ന സീഡ് മുളച്ചുണ്ടായ ഒരു പോണ്ടാപ്പിളാണ്. ഹനോന വെറൈറ്റീസ് നമ്മൾ സീതപ്പഴമൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ആ കാണുന്നത് ഉമ്മർ ചാമ്പയാണ്. അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഉമ്മർ ചാമ്പ ഒറിജിനലാണ് കേട്ടോ. ഓക്കെ, ഉമ്മറിൻ്റെ അടുത്ത് നിന്ന് എടുത്ത ചാമ്പയാണ്. അതിവിടെ ഒന്ന് നമുക്ക് പുറത്തെടുത്ത് വെച്ച് നോക്കാം, സൈസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. വേറെ പോയിന്റോ?
നേരെ അടിക്ക് പോയിട്ടില്ല, മഴ ആയതുകൊണ്ടേ ഇവിടെ കുറേ കവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാൻ പാടാണ്. ഇതിനകത്ത് നിറയെ കവറും കാര്യം, അത്യാവശ്യം നല്ല വലിയ സൈസ് ആയിട്ടുണ്ടല്ലോ ഗ്രോത്ത് വന്ന പ്ലാന്റ്. 4 feet ഹൈറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഹൈറ്റ് നോക്കണ്ട, നമ്മൾ നുള്ളി ബ്രാഞ്ചാക്കി കൊണ്ടുവന്ന തൈകളാണ്. പിന്നെ ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് ഉള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ലോങ്ങൻ ഒക്കെ അവിടെ അതിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്തൊക്കെ ഉണ്ടോ, ഇതൊക്കെ 4 സീസൺ ലോങ്ങൻ്റെ തൈകളാണ് വരുന്നത്. അത്യാവശ്യം വലിയ തൈകളാണ് അല്ലേ? അത്യാവശ്യം വലിയ തൈകളാണ് 4 സീസൺ ലോങ് വലുതായി വരുന്നത്. ചെറുത് വാങ്ങിച്ചു വെച്ചാലും സമയം കൊണ്ട് വലുതാവും. ഇത് മൊണാലിസയാണ് ഈ സെഗ്മെൻറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ ലീഫിനെ പ്രത്യേകം പെട്ടെന്ന് കണ്ടാൽ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ലീഫാണ്. ഫ്ലവറിങ് വരുന്നു, അവിടെ ഉള്ളത് ഫ്ലവർ വരുന്നില്ല കാരണം അത് ഷെയ്ഡിലാണ്. ഇത് ഫ്ലവർ വരുന്നുണ്ട്, ഷെയ്ഡിലല്ല. പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും ഉണ്ടെന്ന് വിചാരിക്കേണ്ട. ഇത് നമ്മുടെ ന്യൂ ക്രിസ്റ്റൽ ബ്ലാക്ക് ലീഫ് ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റികൾ വലുതാക്കാൻ വെച്ചാണ്. റിലേറ്റീവ്ലി ഗ്രോത്ത് കൂടുതലാണ്. പിന്നെ വരുന്ന വെറൈറ്റികൾ ഇതൊക്കെ നമുക്ക് കാലാപ്പാടി ചെയ്ത് വെച്ച ബാലൻസ് ഉള്ള തൈകളാണ് കേട്ടോ. കഴിഞ്ഞ ബാച്ചിൽ വളർച്ച കുറവുള്ളത് നമ്മൾ മാറ്റി വെച്ചാണ്. പലർക്കും കംപ്ലൈൻ്റ് ഉണ്ട്, കാലാപ്പാടി വളർച്ച കുറവാണ്. വളരെ വളർച്ച കുറവായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കാലാപ്പാടി. ഡോർഫിങ് എഫക്റ്റ്, ഡോർഫായിട്ട് ചെറുതായിട്ട് നിൽക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വളർച്ച കുറയും. അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് നമ്മുടെ സിന്ദൂരാണ്, നമ്മുടെ വീട്ടിലുള്ള സിന്ദൂരം തന്നെയാണ്. അത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ്. 350 റുപ്പീസാണ് ഇതിൻ്റെ തൈകളുടെ വില വരുന്നത് കേട്ടോ, 350. ഇത് കണ്ടോ, കാലാപ്പാടി ഈ മഴയത്തും ഇവിടെ വേണ്ട ഒന്ന് ഫ്ലവർ ചെയ്യാണ്. കാലാപ്പാടി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലവറിങ് ഹാബിറ്റ് കാണിക്കുന്നത് വളരെ ഏർലി സ്റ്റേജിൽ ഷുഗർ ക്രീമാണ്. ഏറ്റവും കൂടുതൽ ഫ്ലവറിങ് ഹാബിറ്റ് കാണിക്കുന്നത് കാലാപ്പാടിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വെറൈറ്റി എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് ഷുഗർ ക്രീമാണ് കേട്ടോ. ഷുഗർ ക്രീമിൻ്റെ തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇത് കാണുന്നത് നമ്മുടെ ഇന്തോനേഷ്യൻ സൂപ്പർ ഓറഞ്ച് ജാക്കിൻ്റെ നങ്കഡാക്ക് തൈകളാണ്. 1300 രൂപയുടെ പ്ലാന്റ്സ് അൺലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. മണ്ണിലേക്ക് വെച്ചാൽ ഒന്നും കൂടെ നല്ല ഗ്രോത്ത് കിട്ടുന്നതാണ് തൈകൾക്ക്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യക്കാർക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പഴമാണ് സൂപ്പർ ഓറഞ്ച് ജാക്ക്. സ്വീറ്റ് ലൂവി 399 ആണ് തൈൻ്റെ വില വരുന്നത്. ഐശ്വര്യ ലൂവി, ഉമ്മർ ലൂവി എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ്. ചിലതൊക്കെ ഫ്ലവർ വന്നു തുടങ്ങുന്നുണ്ട്. നല്ല ഫ്ലവർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫ്ലവർ മഴയത്ത് പൊഴിഞ്ഞു പോയതാണ്. ഫ്രൂട്ടിങ് ഹാബിറ്റ് ഉള്ള വെറൈറ്റിയാണ്. ലൂബി വീട്ടിലേക്ക് വെക്കാം. ചെറിയ കായ, ഒരു പ്ലംസിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള പഴം ഒരു വെറൈറ്റി ആയിട്ട് വെക്കാം. കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് വിയറ്റ്നാം ഏർലി J33 അതിൻ്റെയൊക്കെ ചെറിയ തൈകളാണ്. ഓക്കെ, പലരുടെയും തൈകൾ അവൈലബിൾ ആണ്. കണ്ടോ, ജൂലൈ 1 ആണ് ഷുഗർ ക്രീം ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്ലാന്റ്സുകളും ഇല്ല, വളരെ കുറച്ച് പ്ലാന്റ്സേ ചെയ്യുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു വെട്ടം കണ്ടാൽ ഫ്ലവറിങ് വരുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് ഈ ഒരു മരത്തിന്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവാണ്. മൾട്ടി ബാച്ചസ് ആയിട്ട് കായ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ ഷുഗർ ക്രീം. അപ്പോൾ ഇതിൽ അവിടെയൊക്കെ അല്ലേ പല പ്ലാന്റ്സ് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലവർ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു കാര്യമല്ല. നമുക്ക് ബുദ്ധിമുട്ടാണ്, വളർച്ച കുറയും. പ്ലാന്റ്സിൻ്റെ വളർച്ച കുറഞ്ഞ് നമുക്ക് നഴ്സറി എന്നുള്ള ലെവലിൽ എപ്പോഴും പ്ലാന്റ് വളർച്ചയിലേക്ക് വരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഫസ്റ്റ് 3 ഇയർ ഇതിനെ കായ്പ്പിക്കാത്തതാണ് നല്ലത്. മിക്കവാറും നെക്സ്റ്റ് ഇയർ വീണ്ടും ഫ്ലവർ ഇട്ട് കായ്ക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ വെറൈറ്റിക്ക്. ലാസ്റ്റ് ഇയറും ഇതായിരുന്നു അതിൻ്റെ ഹാബിറ്റ്. ലോങ്ങിൻ്റെ ബഡ് നമ്മൾ ബഡ് ചെയ്താണ്. ഇത് നമ്മുടെ ന്യൂ ക്രിസ്റ്റൽ ബ്ലാക്ക് ലീഫ് ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഒരു ടൈം പാസിന് ബഡ് ചെയ്ത് നോക്കിയാണ്. അങ്ങനെ ബഡായാലും ഗ്രാഫ്റ്റ് ആയാലും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഗ്രാഫ്റ്റഡ് തൈകൾ അവൈലബിൾ ആണ്. എഡോസ്റ്റാർ അല്ലെങ്കിൽ വിയറ്റ്നാം ട്രോപ്പിക്കൽ ലോങ് എന്ന് പറയുന്ന വെറൈറ്റിക്ക് 500 രൂപയാണ് വരുന്നത്. 4 സീസൺ ആൻഡ് ഈ ന്യൂ ക്രിസ്റ്റലിന് 600 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഇവിടെ അടുത്തത് വലിയ തൈകളല്ലേ 600. ഇത് കൊടുക്കാനുള്ളതല്ല, ജസ്റ്റ് ബഡ് ചെയ്തായിട്ടുള്ളൂ. അത് ജസ്റ്റ് ബഡിങ് ഒരു ടൈം പാസിന് ചെയ്തെന്നുള്ളൂ. ഗ്രാഫ്റ്റ് ഈസ് ഫൈൻ. ഫിരെങ്കിൽ എടുവയുടെ തൈകളാണ്. 350 രൂപ പറഞ്ഞല്ലോ. നമുക്കിഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്, ആവശ്യക്കാർക്ക് വിളിക്കാം. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ജാർവി റെഡ് 1
ഇതിൽ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ പോയിട്ട് കണ്ടാ കായുള്ളതൊക്കെ ആളുകൾ ഒരുവിധം നമുക്ക് എടുത്തുകൊണ്ട് ഇത് ഇവിടെ കായതാ, അവിടെ കായതാണ്ടാ. പേരൊക്കെ എപ്പോഴും പിന്നെ ഷൂട്ടുകൾ നുള്ളി കൊടുക്കുമ്പോഴാണ് പുതിയ ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ. ടിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് 350 രൂപയാണ്. അത് ഗോൾഡൻ 8 അത്യാവശ്യം വലിയ തൈകളായിട്ടുണ്ട്. വലിയ തൈകൾക്ക് 299, ചെറിയ തൈകൾക്ക് 249 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 2 സൈസ് തൈകൾ. ഇതൊക്കെ എല്ലാം ലെയർ പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമുക്ക് ടാഗ് മിസ്സാവുന്നത് അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ളത് വെറൈറ്റികളൊക്കെ നമ്മൾ മാറ്റിയിട്ട് അൺനോൺ ആക്കി മാറ്റിയിടും. ഇതിൻ്റെ ഇല കണ്ടാൽ 99% ഇത് ഷുഗർ ക്രീമാണ്. യെസ്, ഇത് ഷുഗർ ക്രീമാണ്. ബട്ട് സ്റ്റിൽ ഇത് നമ്മളിവിടെ വലുതാക്കിയിട്ട് മേക്ക് ഷുവർ ചെയ്തിട്ടേ മാറ്റുള്ളൂ. ഇപ്പോൾ ഇത് അൺനോൺ ആണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഇല കണ്ടാൽ ഇത് ക്യാരി ആയിട്ടാണ് സംശയിക്കുന്നത്. ക്യാരി. അപ്പോൾ എങ്കിലും നമ്മളത് മാറ്റി വെച്ചേക്കുന്നുണ്ട്. 100% നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ കഴിയില്ല, ബട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഇത്തരം വെറൈറ്റികൾ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഇനം മാറ്റി വെച്ചേക്കുന്നതാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഗ്രാഫ്റ്റ് ബെഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഓക്കെ, ഇത് നമ്മുടെ കാലാപ്പാടി R29 എന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്ന സാധനം. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ അവക്കാഡോ വെറൈറ്റി ആണ്. ഭയങ്കര ഫെയിലിയർ കൂടുതലാണ് ഇതിൽ. സക്സസ് റേറ്റ് വളരെ കുറവാണ്. ഇതിന് വളരെ കുറവാണ്. ഒന്ന് ഈ മഴയും ഒരു ഫാക്ടറാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. നമുക്ക് അല്ല, നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേ ഈ വിക്ടോറിയ ഇപ്പോൾ വിക്ടോറിയ ഇവിടെ കിടക്കുന്നുണ്ട്, ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. പ്രാവശ്യം വിക്ടോറിയ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ലാസ്റ്റ് ബാച്ച് വിക്ടോറിയ ഫെയിലിയർ ഭയങ്കര കൂടുതലായിരുന്നു. പാർട്ട് ഓഫ് ഗെയിമാണ്. ഇത് നമ്മുടെ M75 അവക്കാഡോയുടെ ചെറിയ തൈകളാണ്, കേട് തീർത്ത തൈകളാണ്. 500 രൂപയാണ് വരുന്നത്. ഓക്കെ, M75. അതേപോലെ ഇതാ നമ്മുടെ കുഞ്ഞ് ഷുഗർ ക്രീം ഇവിടെയും ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് വിക്ടോറിയ പ്ലാന്റേഷനുള്ള ഓർഡറാണ് ഈ സാധനം. ഇത് നമ്മുടെ ഇത് തുർക്കിഷ് മൾബറി കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞ് ഇതുണ്ടോ, പ്രൂൺ ചെയ്ത് അപ്പോൾ കായ വരിക. അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മൾബറിയുടെ ടേസ്റ്റ് വരും, പക്ഷെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട്. ദിസ് ഈസ് ഓൾ വിക്ടോറിയ. ഇതായത് നമ്മുടെ റംബുട്ടാൻ്റെ വലിയ പ്ലാന്റ്സ് ആണ്. വലുത് മീൻസ് മീഡിയം. N18 വരുന്നത് 550 ആണ്. ഓക്കെ, N18 അത്യാവശ്യം ഒരു 5 അടി 6 അടി പൊക്കമുള്ള നല്ല കടവണ്ണുള്ള തൈയാണെന്ന് കാണിച്ചു കൊടുത്താൽ. ഇതിൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വരുന്ന തൈകളാണ്. പിന്നെ കണ്ടോ സൈസ് കണ്ടോ. അടുത്തത് വരുന്നത് ഇതാ യെല്ലോ യെല്ലോ അല്ലെങ്കിൽ യെല്ലോ വലിയ യെല്ലോ ആണ്. അതെ, വലിയ യെല്ലോ ആണ് വരുന്നത്. N18 സൈസ് വരുന്നത്. ഇത് അതിന് 650. ഇത് സീസർ 600. ഓക്കെ, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ വന്നിട്ട് നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. സീസറൊക്കെ എവിടെ നിന്നാണെങ്കിലും നല്ല ഒറിജിനൽ സീസറൊക്കെ ആരെങ്കിലും വീട്ടിൽ വാങ്ങി വെച്ചോളൂ കേട്ടോ. ഇവിടെ തന്നെ കഴിക്കാൻ നല്ല പഴം, നല്ല പഴം, വീട്ടാവശ്യം നല്ലതാ. കൊമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ളൂ. വീട്ടാവശ്യം നല്ലതാണ്. ഇത് നമ്മുടെ വിയറ്റ്നാം മുസംബി, ആഫ്രിക്കൻ യെല്ലോ മാൾട്ട വലിയ പ്ലാന്റ്സ് ആണ്. 6000 റുപ്പീസാണ് വരുന്നത്. ഓക്കെ, ഈ ജസ്റ്റ് ഒരു ഡെമോക്ക് കൊണ്ടുവന്നാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ ഒന്ന് ചട്ടി മാറ്റി വെച്ചിട്ട് ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാനുണ്ട്. അതിനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. മഴ ഒന്നാമത് പ്രശ്നമാണ്. ഒന്നാമത് നമ്മൾ സീഡ് പാകുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കവർ ചേഞ്ചിങ്, ഗ്രാഫ്റ്റിങ്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, അത് നമ്മുടെ ബനാന ചിക്കു കവർ മാറ്റാനുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് പേര അപ്രോച്ച് ഗ്രാഫ്റ്റാണ്. അപ്രോച്ച് ഗ്രാഫ്റ്റ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫെയിലറാണ്. ഒരു പൊങ്ങി കിട്ടുന്നില്ല ആ സാധനം. ഇത് നമ്മൾ ലോങ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഓക്കെ, ഇത് നമ്മുടെ ന്യൂ ക്രിസ്റ്റലാണ് ചെയ്തിട്ടേക്കുന്നത്. കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും. ഒരു 200-300 പ്ലാന്റ്സ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യും. കൂടുതൽ പ്ലാന്റ്സ് ആണെങ്കിൽ പുറത്തുനിന്ന് ആൾ വിളിക്കും. അടുത്ത് നമ്മുടെ ശക്തമായ മഴ തുടങ്ങി. ഇത് നമ്മുടെ 4 സീസൺ ലോങ്ങനാണ്. ഇത്രയും കാലം ഡ്രമ്മിലായിരുന്നു. ഞങ്ങൾ വേര് മണ്ണൊക്കെ ഏകദേശം പകുതിയോളം ഒഴിവാക്കി, ബാക്കി വീണ്ടും കവറിലേക്ക് വലിയ ഡ്രമ്മിലുള്ള 200 ലിറ്ററിൻ്റെ ഡ്രമ്മിലുള്ള പ്ലാന്റിനെ ഇത്രയും ചെറിയ കവറിലേക്ക് മാറ്റുക ചെയ്തത്. വേര് മാറ്റേണ്ടത് നമ്മൾ മാറ്റണം. ഇവിടെ നമ്മൾ ബാങ്കോയുടെ സീഡ് പായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സീഡ് ഇതാ
നമുക്ക് അടുത്ത സ്റ്റോൺ ഗ്രാഫ്റ്റിങ്ങിനുള്ള സീഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പോട്ടി മിക്സാണ്. അപ്പോൾ ട്രോപ്പിക്കൽ മലബാറിക്കസ് നഴ്സറിയുടെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ മണ്ണൊക്കെ നമ്മൾ ഇവിടെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ബാക്കി അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോ തരാം. ഓക്കെ, താങ്ക് യു, ബൈ.